ഈ തീവെപ്പിൽ ടി.ഐ. മധുസൂദനൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞത് എപ്പോഴാണ് എന്ന് നിങ്ങളെല്ലാവരും ഒന്ന് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനൊരു ചെമ്മീൻ ഷെഡ് അവിടെ ഉള്ളതോ അങ്ങനെ ഒരു കാര്യം അവിടെ നടക്കുന്നതോ ഞങ്ങൾക്കാർക്കും അറിയില്ല. അയാൾ തന്നെ ആദ്യം പറഞ്ഞത് സ്ഥിരമായിട്ട് ആൾ കിടക്കുന്ന സ്ഥലമാണത്. ആ ദിവസം മാത്രം ആളില്ല. മാധ്യമപ്രവർത്തകർ ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം അതാണ്. അന്ന് മാത്രം എന്തുകൊണ്ട് ആളില്ല? അന്ന് ഒരു തീവച്ച് നശിപ്പിക്കേണ്ട അന്തരീക്ഷമുള്ള ഒരു ദിവസമായിരുന്നു എന്നുള്ളത് കൂടി ഒന്ന് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. ഞങ്ങൾ പിന്നീട് ഇതെവിടെയാന്ന് പോലും എനിക്കറിയില്ല. ഞങ്ങളുടെ ഒരു പരിഗണനയിലൊരു വിഷയമല്ല അത്. ആർക്കും എളുപ്പത്തിൽ ചെന്ന് ചേരാൻ പറ്റാത്തൊരു സ്ഥലത്താണ് ഇതെന്നാണ് പറയുന്നത്. അന്നാണെങ്കിൽ പെരുമഴയുള്ളൊരു ദിവസമാണ്. അന്നാണ് ഈ കത്തുന്നത്. തീർച്ചയായിട്ടും കത്തിച്ചതാരാണെങ്കിൽ അവരെ കണ്ടുപിടിക്കണം. ടി.ഐ. മധുസൂദൻ്റെ ആളുകളാണെങ്കിൽ അവരെയും കണ്ടുപിടിക്കണം. അതിലൊന്നും വേറെ ആശങ്കയോ വേവലാതിയോ വിഷമമോ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കില്ല. രാവിലെ ഈ വിവരം എൻ്റെ ഒരു ഇത് ശരിയാണെങ്കിൽ നെറ്റ്വർക്കാണെന്ന് തോന്നുന്നു ആദ്യം ഇത് വാർത്ത പുറത്തുവിട്ടു. നിങ്ങളവിടെ പോയിട്ട് ശേഖരിച്ച വാർത്തയല്ല. ഏഷ്യാനെറ്റുകാർ നേരത്തെ പയ്യന്നൂരുമായിട്ട് നല്ല ബന്ധമുണ്ട്. പയ്യന്നൂരിലെ ഇപ്പോഴത്തെ MLA 2022 ഏപ്രിൽ 30 ആദ്യമായി CPM-നെതിരെ ഫണ്ട് വിവാദം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിക്കുന്നത്. അത് CPIM-ൻ്റെ ഞങ്ങളെല്ലാം നേതൃത്വം നൽകി ഉണ്ടാക്കിയിട്ടുള്ള ഏരിയ കമ്മിറ്റി ഓഫീസിൻ്റെ AC സെക്രട്ടറിയുടെ മുറിയിലിരുന്നിട്ടാണ് അയാൾ ഏതാണ്ട് 1/4 മണിക്കൂറോളം ഇൻ്റർവ്യൂ നൽകി. അന്ന് രാത്രിയാണ് ബ്രേക്കിംഗ് ന്യൂസ് വരുന്നത്. 2022 ഏപ്രിലാണ്. ഏറ്റവും അവസാനം അദ്ദേഹം ഈ പാർട്ടിയോട് വിട പറഞ്ഞു പോവുക, അല്ലെങ്കിൽ പാർട്ടിയെ വഞ്ചിച്ചു പോകുന്നതിന് വഴിയൊരുക്കിയിട്ടുള്ള ഇൻ്റർവ്യൂ നടന്നത് ഏഷ്യാനെറ്റിൻ്റെ തിരുവനന്തപുരം ബ്യൂറോയിലാണ്. അപ്പോൾ ഏഷ്യാനെറ്റുമായിട്ട് നല്ല ബന്ധമാണ്. കാരണം ഏഷ്യാനെറ്റ് BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള ആളുടെ നേതൃത്വത്തിലുള്ള ഒരു ചാനലാണ്. അത് എല്ലാ കാലത്തും CPM-നെതിരായിട്ട് നിന്നിട്ടുള്ളവരാണ്. അവർ നിരന്തരമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു പുതിയ ബാന്ധവം BJP ഈ MLA അയാളുടെ എല്ലാമായിട്ട് നടക്കുന്ന ഈ ചെമ്മീൻ കണ്ടി മുതലാളിയുടെ എല്ലാം അവരെല്ലാം തമ്മിലുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. ഇങ്ങനെ ഒരു സംഗതി നടന്ന് എന്തുകൊണ്ട് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഒരാളുടെ പേര് അല്ലെങ്കിൽ അയാളുടെ നേതൃത്വത്തിലുള്ളവരാണെന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രതിയെ മുൻകൂട്ടി നിശ്ചയിക്കുകയും സംഭവം രൂപപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് പയ്യന്നൂരിൽ കാണാൻ സാധിക്കുന്നൊരു കാര്യം. തെരഞ്ഞെടുപ്പിൽ തോൽവിയുണ്ടായതുകൊണ്ട് ടി.ഐ. മധുസൂദനെതിരായിട്ട് പറഞ്ഞാൽ എല്ലാം ജനങ്ങളെ ഏറ്റെടുക്കും, വിശ്വസിക്കും എന്നായിരിക്കും ധാരണ. ആ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ. തെരഞ്ഞെടുപ്പിൽ തോൽവി ടി.ഐ. മധുസൂദൻ എന്ന് പറയുന്ന വ്യക്തിക്കുള്ള തോൽവിയല്ല. അത് പയ്യന്നൂരിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനുണ്ടായിട്ടുള്ള തിരിച്ചടിയാണ്. ഞങ്ങളത് മനസ്സിലാക്കുന്നു. ഇവിടെ മാത്രമല്ലല്ലോ, ഇതിന് തൊട്ടുള്ള എല്ലാ മണ്ഡലങ്ങളിലും നമുക്ക് തിരിച്ചടി ഉണ്ടായി. പയ്യന്നൂരിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് തിരിച്ചടി നേരിട്ടു. പിന്നെ എല്ലാം ടി.ഐ. മധുസൂദനം മയമൊന്നുമല്ലല്ലോ. ധനരാജ് രക്തസാക്ഷി ഫണ്ട് ടി.ഐ. മധുസൂദനെ ഒറ്റക്ക് കൈകാര്യം ചെയ്യുന്നൊരു കാര്യമാണ്. ഇവനെല്ലാം അവിടെ പാർട്ടി ഏരിയ കമ്മിറ്റി യോഗത്തിൽ പോയിട്ടിരുന്ന് ഈ കാര്യങ്ങളെല്ലാം കേട്ട് തിരിച്ചുപോയി 5 കൊല്ലം കഴിഞ്ഞിട്ട് ആരോപണം ഉന്നയിക്കുന്നതിന് സന്നദ്ധമാവുക എന്ന് പറയുന്നത് എന്താ അർത്ഥം? ധനരാജ് രക്തസാക്ഷി ഫണ്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആളുകളുടെ മനസ്സിൽ തട്ടും. അങ്ങനെ ആളുകളെ ആ നിലക്ക് മുദ്ര കുത്താൻ സാധിക്കും. ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ പല ആളുകളും ഫേക്ക് ഐഡിയിലൂടെയും മറ്റു രീതിയിലും പല രീതിയിലുള്ള ആളുകൾ BJPക്കാരുണ്ട്, ലീഗുകാരുണ്ട്, അതോടൊപ്പം തന്നെ പിന്നെ ഇസ്ലാമിക തീവ്രവാദ സംഘടനയുടെ ആളുകളുണ്ട്, ക്രിസ്ത്യൻ വിഭാഗത്തിലെ ആ സ്വഭാവമുള്ള ആളുകളുണ്ട്, UDFക്കാർ, കോൺഗ്രസ്സുകാരുണ്ട്. ഇവരെല്ലാവരും മത്സരിച്ച് ഞാനൊരു പോസ്റ്റ് ഇട്ടാൽ അതിൻ്റെ കീഴെ വന്ന് കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കണക്ക് പറയൂ എന്ന് പറഞ്ഞിട്ട്.
ജനങ്ങൾക്ക് മുമ്പിൽ പാർട്ടി പറഞ്ഞിട്ടുള്ളതാണ് കണക്ക്, ഞാൻ പറഞ്ഞതല്ല കണക്ക്. കണക്കോറെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കണക്കിലൊന്നും പാർട്ടിക്ക് വലിയ വിഷമമൊന്നുമില്ല. പിന്നെ ചില ആൾ ചോദിക്കുന്നത് നിങ്ങളെന്തിനാ എന്താ കേസിന് പോകാത്തത്? ഈ പുരുഷോത്തമൻ തന്നെ ചോദിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റിന് പിന്നെ നിങ്ങൾ 5 കൊല്ലം മുമ്പ് നോട്ടീസ് അയച്ചിട്ട് എന്തുകൊണ്ട് ആ കേസ് മുന്നോട്ടേക്ക് പോയില്ല? ഏഷ്യാനെറ്റിൻ്റെ മറുപടിയുണ്ട്. ആ മറുപടിയിൽ 4ാമത്തെ പാരഗ്രാഫ് പറയുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്സ് മുഴുവനും ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നാണ്. ഒരു വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ട്സ് മറ്റൊരാൾ ശേഖരിച്ച് കൈമാറുക എന്ന് പറയുന്നത് ക്രിമിനൽ കുറ്റമാണ്. ആ സ്ഥാപനത്തിന് തന്നെ അത് നിലനിൽക്കുന്നതിന് വിഷമം സൃഷ്ടിക്കുന്നൊരു കാര്യമാണ്. ഞങ്ങൾക്കെതിരായിട്ടൊക്കെ നിൽക്കുന്ന പലരും ഈ സ്ഥാപനങ്ങളിലൊക്കെ അവിടെ നിന്ന് ചോറ് കൊണ്ടിട്ട് ഞങ്ങൾക്കൊക്കെ എതിരായിട്ട് പ്രതികരിക്കുന്നവരുണ്ട്. അവരുടെ ജീവിതത്തിനൊന്നും വിഷമമുണ്ടാവേണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ആ കേസ് ഞങ്ങൾ അവിടെ നിന്ന് നിർത്തിയത്. അക്കൗണ്ട്സ് കൊടുത്താൽ അതിൻ്റെ ഭരണസമിതിക്കോ ജീവനക്കാർക്കോ നിൽക്കാൻ പറ്റില്ല. അതറിയാത്തവരൊന്നുമല്ല. ഞാൻ പിന്നെ എൻ്റെ പേരിലുള്ള എന്നുവെച്ചാൽ പാർട്ടിയുടെ പേരിലുള്ള ഈ അക്കൗണ്ട്സുള്ള ഒരു ഡീറ്റെയിൽ ശേഖരിച്ചു എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് രേഖാമൂലം വിവരം ചോദിച്ചു. എൻ്റെ അക്കൗണ്ട്സ് ആരാണ് ഇവിടെ നിന്ന് കളക്ട് ചെയ്തത്? അത് വി കുഞ്ഞികൃഷ്ണനാണ് എന്ന് അവർ രേഖാമൂലം എഴുതി തന്നിട്ടുള്ളത് ഇന്ന് കോടതിയുടെ മുമ്പിലുണ്ട്, ഞങ്ങളുടെയൊക്കെ കയ്യിലുണ്ടത്. ആരൊക്കെയാണത് വാങ്ങിച്ചതെന്നുള്ളത്. അത് ചെയ്തത് ഒരു ജനപ്രതിനിധിയായിട്ട് ഇപ്പോൾ നിൽക്കുന്ന ഒരാൾ ചെയ്തത് ശരിയാണെന്ന് പറയാൻ പറ്റുമോ? മറ്റൊരാളുടെ അക്കൗണ്ട്സ് ഡീറ്റെയിൽസ് ഒരു സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിച്ചു എന്ന് പറയുന്നത് ശരിയാണെന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ശരിയല്ലാത്ത കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളിപ്പോൾ ഈ ചെമ്മീൻ ഇതിന് ഞങ്ങൾക്കെന്നാൽ ലാഭം ഇത് തീയിട്ടാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാൻ പോകുന്നുണ്ടോ? അയാളെന്തെങ്കിലും നശിപ്പിച്ചാൽ അയാൾക്ക് വ്യക്തിപരമായിട്ട് എന്നോട് വിരോധമുണ്ട്. ആ വിരോധം എന്നാ? അയാൾ CPM വിട്ടുപോയപ്പോൾ, JSS ആയപ്പോൾ, CPI ആയപ്പോൾ, മറ്റു പലതുമായിട്ട് നടന്നപ്പോൾ യഥാർത്ഥത്തിൽ അന്ന് CPMനും യുവജന പ്രസ്ഥാനത്തെയും വിദ്യാർത്ഥി പ്രസ്ഥാനത്തെയും എല്ലാം അതിന് മുന്നിൽ നിന്ന് നേതൃത്വം കൊടുത്ത് അതിനെ മുന്നോട്ടേക്ക് നയിച്ചിട്ടുള്ളവരുടെ ഒരു നിരയിൽപ്പെട്ടിട്ടുള്ള മുഖ്യ ചുമതലക്കാരിൽ ഒരാളാണ് ഞാൻ. ഇവൻ്റെ പരിപ്പ് ഈ പയ്യന്നൂരിൽ വേവിക്കാൻ വിടാതിരിക്കുന്നതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരാളാണ്. ഞങ്ങളുടെ പേരിൽ പല കേസുകളും ഉണ്ടായിട്ടുണ്ട്, ഇപ്പം കേസുകളുണ്ട്. ഒന്നിനു മുമ്പിൽ ഞങ്ങളാരും കൂസിയിട്ടില്ല. കാരണം ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും. ജനകീയ പ്രവർത്തനത്തിനിടയിൽ കേസ് വരും. പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ലോക്കപ്പിലിട്ടിട്ട് എന്നെ പീഡിപ്പിച്ചിട്ടുണ്ടല്ലോ. തളിപ്പറമ്പ് ലോക്കപ്പിൽ 15 ദിവസം ഇട്ട് പീഡിപ്പിച്ചിട്ടുണ്ട്. ഞാൻ മാത്രമല്ലല്ലോ, എത്രയോ സഖാക്കളെ. എൻ്റെ കൂടെ അന്നുണ്ടായിരുന്നത് ടി ഗോവിന്ദനാട്ടിൻ്റെ മകൻ പ്രദീപ്, 19 വയസ്സാണ്, പോത്തേര കൃഷ്ണൻ. അന്ന് എൻ്റെ കൂടെ പിടിച്ചുകൊണ്ട് പോയിട്ട് ജയിലിലിട്ട് റിമാൻഡിലിട്ട് തളിപ്പറമ്പ് DYSP ഓഫീസിൽ രഹസ്യമായി കൊണ്ടുപോയി ഭീകരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു കേസിലെ 3 പ്രതികൾ ഞങ്ങൾ 3 പേരുമാണ്. ഞങ്ങളെവിടെയും അതിൻ്റെ വേവലാതിയോ കാര്യങ്ങളൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല. കാരണം അതെല്ലാം പ്രസ്ഥാനത്തിന് വേണ്ടി അനുഭവിക്കേണ്ട ഒരു കാര്യമാണ്. ഞങ്ങളുടെ എല്ലാം വീട് വളഞ്ഞിട്ടാണ് പിടിച്ചുകൊണ്ടുപോയത്. പല രീതിയിലുള്ള വിഷമങ്ങളും ഇതിൻ്റെ എല്ലാം ഘട്ടങ്ങളും ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പയ്യന്നൂരിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ്. അല്ലാതെ വെറുതെ ഉണ്ടായിട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ ഇതൊന്നും. ഞങ്ങളാരും ഇങ്ങനെ പൊട്ടി വീണതെന്നല്ലല്ലോ. ഞാൻ ഈ നാട്ടിൽ ജനിച്ചിട്ട് ഇത്രയും കാലം ബാലസംഘക്കാരനായിട്ടും SFIക്കാരനായിട്ടും DYFIക്കാരനായിട്ടും പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയുമായിട്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള ഒരാളാണ്. ഞാൻ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുണ്ട്, ലോക്കൽ സെക്രട്ടറി ആയിട്ടുണ്ട്, ഏരിയ സെക്രട്ടറി ആയിട്ടുണ്ട്. MLA ഒന്നും വിചാരിച്ചിട്ടൊന്നുമല്ല ഈ ഒരു ചുമതലകളൊക്കെ വഹിച്ചിട്ടുള്ളത്. അത് പാർട്ടിയിലുള്ള വിശ്വാസമാണ്. എനിക്ക് എൻ്റെ പാർട്ടിയാണ്. ഞങ്ങൾ ജീവിച്ചു വന്നിട്ടുള്ള ജനിച്ചു വന്നിട്ടുള്ളൊരു സാഹചര്യം എന്ന് പറയുന്നത് ഈ പാർട്ടിയിൽ അത്രയും വിശ്വാസമുള്ളൊരു നിലയിലാണ്. ഞങ്ങൾക്ക് ഈ പാർട്ടി വഞ്ചിക്കാൻ ഒരിക്കലും തോന്നിയിട്ടില്ല. പല ആളുകൾക്ക് പല വിരോധവും ഉണ്ടാവും. ചില നിലപാടുകളൊക്കെ ഉറച്ച് പറയുന്നവരോടൊക്കെ കുറച്ച് എതിർപ്പുകളൊക്കെ ഉണ്ട്, സ്വാഭാവികമാണ്. നിങ്ങളിപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പിന്നിൽ കുറേ ചങ്ങായിമാർ റെഡിയായിട്ട് പോസ്റ്റ് ചെയ്യാനുണ്ടാവും. ഫണ്ടിൻ്റെ കണക്കൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. നമുക്കതെല്ലാം
ഇനിയും ഇതൊന്നും അവസാനിക്കുന്നില്ലല്ലോ, നമുക്ക് കാണാം. ഏതായാലും ഷെഡ് ആരാ കത്തിച്ചെന്ന് പറഞ്ഞാൽ അവരെക്കുറിച്ചിട്ട് സമഗ്രമായിട്ട് അന്വേഷിക്കണം. എന്തുകൊണ്ട് അവിടെ ആൾ എല്ലാ ദിവസവും ഉണ്ടാകുന്ന ആൾ അന്നില്ലാതിരുന്നു എന്നുള്ളത് പോലീസ് അന്വേഷിക്കണം. ടി.ഐ. മസൂദിൻ്റെ പേരെന്തായാലും ഈ കേസിൽ വരണം എന്നുള്ളതിൽ മറ്റു ചില ഉദ്ദേശങ്ങളുണ്ട്. അതിപ്പോൾ ഞാൻ വെളിപ്പെടുത്തുന്നില്ല, നമുക്ക് പറയാം. പക്ഷേ ഇതെല്ലാം വീണു പോകുന്നു ആരും ധരിച്ചുകൊണ്ട, ഇതെല്ലാം അവസാനിപ്പിച്ചിട്ട് പോകാനൊന്നും നിൽക്കുന്ന ആരും ധരിച്ചുകൊണ്ട. ഞങ്ങളൊക്കെ കളങ്കിതരാക്കിയിട്ട് ആരെങ്കിലും പരമശുദ്ധരായിട്ട് മാറുമെന്നുള്ളത് ആരും ധരിച്ചുകൊണ്ട. കാരണം ചിലയാൾ പറയുന്നുണ്ട്, എനിക്ക് ജീവിക്കാൻ ഉപാധികളില്ലാത്ത അവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നു. ഈ പയ്യന്നൂർ പട്ടണത്തിൽ എത്ര സാധാരണക്കാരായിട്ടുള്ള കച്ചവടക്കാരുടെ ജീവിതം മുട്ടിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ മാന്യൻ. ഏതെല്ലാം സന്ദർഭങ്ങളിൽ. പയ്യന്നൂരിൻ്റെ ചരിത്രം എടുക്ക്, വ്യാപാരികളോട് നിങ്ങൾ ചോദിക്കുക, പൂട്ടിപ്പോയവരെത്രയുണ്ട്, ആരൊക്കെ ഭീകരമായ രീതിയിൽ ഇവൻ്റെയൊക്കെ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്. പയ്യന്നൂരിൽ ഞങ്ങളൊക്കെ നേതൃത്വത്തിൽ വന്നപ്പോൾ പയ്യന്നൂരിൽ രാഷ്ട്രീയ അന്തരീക്ഷം സമാധാനപരമായിട്ടുണ്ട്. കോൺഗ്രസ്സുകാർ പറയും, ലീഗുകാർ പറയട്ടെ, സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ എല്ലാവരും നല്ല യോജിപ്പോടുകൂടി വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോഴും ശരിയായ രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അത് ഇല്ലാതാക്കുന്നതിന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസും ലീഗൊന്നും അതിന് തലവെച്ച് കൊടുക്കാതിരിക്കുന്നത് നല്ലതാണ്. നമുക്ക് ഒരു മാന്യമായ സൗഹൃദപരമായ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ശക്തമായിട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങൾ പയ്യന്നൂരിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഈ കള്ളപ്രചാര വേലകൾക്കും ഇത്തരം ആളുകൾക്കും മുന്നിൽ നിങ്ങൾ നിങ്ങളുടെ തല വെച്ചു കൊടുക്കരുത് എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ടേക്ക് വെക്കാനുള്ളൂ. അതുകൊണ്ട് മാധ്യമങ്ങളോട് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ സത്യസന്ധമായിട്ട് അന്വേഷിക്കണം. ഞങ്ങളത് ഇവിടെ എങ്കിലും ഒളിവിലിരുന്നിട്ട് എന്തെങ്കിലും ചെയ്യുന്നവരല്ല, ഞങ്ങൾ പരസ്യമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ ഈ സംഭവങ്ങളെക്കുറിച്ചിട്ടൊക്കെ അന്വേഷിക്കണം. എത്രയോ സംഭവങ്ങളുണ്ട്. ഇതിപ്പോൾ പ്രകോപനം ഉണ്ടാവാൻ കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, എനിക്ക് നന്നായിട്ട് അറിയാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആലോചിച്ച് പയ്യന്നൂർ പോലീസ് അധികാരികളെ കാണാൻ വേണ്ടി പോയി. പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ പറഞ്ഞു അവരോട്. കഴിഞ്ഞ ജനുവരി 26-ന് ഒരു 18 വർഷം പഴക്കമുള്ള ഓടിക്കാൻ പറ്റാത്തൊരു വണ്ടി 50 മീറ്റർ അപ്പുറത്ത് കൊണ്ടുപോയി ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത് കത്തിച്ചു. വലിയ രീതിയിൽ അന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടം വരുന്നൊരു സന്ദർഭമാണ്. ഞങ്ങൾക്കൊക്കെ എതിരായിട്ടുള്ള വലിയ പ്രചാരവേലയുണ്ടായി. ഇപ്പോൾ ചില ആൾ ചോദിക്കുന്നുണ്ട്, അന്ന് നിങ്ങളുടെ ഭരണമായിരുന്നില്ല. പോലീസ് സംവിധാനം തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് മാറിയിട്ടുള്ളൊരു ഘട്ടമാണത്. അന്നേരം ഏതെങ്കിലും ഒരു ആക്ഷനിലേക്ക് അവർക്ക് പോകാൻ സ്വാഭാവികമായിട്ടും ഔദ്യോഗികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നതാണ് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. പോലീസുകാർ തന്നെ പറഞ്ഞു, ഓഫീസ് കെട്ടാൻ വിടുന്നില്ല. ആര് കെട്ടാൻ വിടാതിരുന്നു? പയ്യന്നൂരിൽ ഇതുവരെ ആരെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉണ്ടാക്കുമ്പോൾ പോയിട്ട് തടഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും തടഞ്ഞോ? നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങളല്ലേ ഉണ്ടാക്കുന്നത്. പിന്നെന്നാ, ഒരു സ്ത്രീയുടെ വീടിന് നേരെ പടക്കമെറിഞ്ഞു അല്ലേ? ആ പടക്കമെറിഞ്ഞതിൻ്റെ വീഡിയോ ക്ലിപ്പിങ്ങുകളടക്കം CCTV ദൃശ്യങ്ങളടക്കം പോലീസിന് നാട്ടുകാർ ശേഖരിച്ചു കൊടുത്തു. എന്തേ കുറ്റവാളികളുടെ അരികത്തേക്ക് എത്താത്തത്? ഞാൻ ഈ പോലീസ് സ്റ്റേഷനിൽ സമരം കിടക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടല്ലേ ഇപ്പോൾ MLA ആയിരുന്നയാൾ നേരത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്. എന്നിട്ട് SP ഒക്കെ ആയിട്ട് സംസാരിച്ചു. ഞാനിപ്പോൾ ഇവിടെ അദ്ദേഹം ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയതാണ്. എന്നാൽ ഈ സ്വഭാവമൊന്നും അദ്ദേഹത്തിന് അറിയില്ലല്ലോ. എന്നിട്ട് അദ്ദേഹം വലിയ പ്രഖ്യാപനമൊക്കെ നടത്തി. ഞങ്ങൾ ചോദിക്കുന്ന, ആ പ്രഖ്യാപനം ഇപ്പോൾ നടത്താത്തതെന്നേ? ബൈക്ക് കത്തിച്ച് അവരെ പിടിക്കണ്ടേ? തീർച്ചയായിട്ടും പിടിക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. VK കൃഷ്ണൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട പാർട്ടി പ്രവർത്തനം. അയാൾ വീടിന് മുമ്പിലുള്ള ചെടിയും പച്ചക്കറിയും ഇതൊക്കെ നശിപ്പിച്ചു. നിങ്ങൾ പോയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. അന്നതിനെ മറ്റൊരു രീതിയിലേക്ക് വ്യാഖ്യാനിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു. പക്ഷേ വസ്തുതകൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി അത് കരുതിക്കൂട്ടി VK കൃഷ്ണനെ പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് എങ്ങനെയെങ്കിലും മാറ്റി നിർത്തി എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു. ആ കുടുംബത്തെ ഭീതിയിലാക്കിയിട്ട് കൃഷ്ണനെ മാറ്റാൻ പറ്റുമോ, ഇതായിരുന്നു ശ്രമം. ഞങ്ങൾ പറഞ്ഞു അതും അന്വേഷിക്കണം, ഉണ്ടായിട്ടുള്ള എല്ലാ സംഭവങ്ങളും അന്വേഷിക്കട്ടെ, കുറ്റവാളികൾ ആരാന്ന് പറഞ്ഞാൽ അവരെ അവർക്കെതിരായിട്ട് നടപടി സ്വീകരിക്കട്ടെ, ആർക്കാ തടസ്സമുള്ളത്? അപ്പോൾ ഇതിങ്ങനെ ബോധപൂർവമായി ഇപ്പോൾ പ്രകോപനം ഉണ്ടാകുന്നത് ഇതൊക്കെ ഞങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ കരുത്തോടുകൂടി ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനെങ്ങനെയാണ് വഴിതിരിച്ചു വിടാൻ വേണ്ടി പറ്റുക? അതിന് പുതിയ പുതിയ കഥകൾ ഇനിയുണ്ടാവും. ഞങ്ങളൊക്കെ അതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്.
അതൊക്കെ നമുക്ക് വരുന്നവർക്ക് വെച്ചിട്ട് കാണാം. ഈ ഷെഡ് കത്തിക്കലും കാര്യങ്ങളും വെച്ചിട്ട് ഞങ്ങളെല്ലാം ഒന്ന് നിർവീര്യമാക്കി ക്ഷീണിപ്പിച്ച് കളയാം, അല്ലെങ്കിൽ ഭയപ്പെടുത്തി കളയാം എന്നൊക്കെ ധരിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്തെല്ലാം പയ്യന്നൂർ കണ്ടു, ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ പയ്യന്നൂർ അഭിമുഖീകരിച്ചു. ഞങ്ങൾ മാത്രം എത്ര ചെറിയ പ്രായത്തിലുള്ളവർ, ഇപ്പോൾ 2 പേര് ജയിലിൽ കിടക്കുന്നില്ലേ പയ്യന്നൂരിലെ 2 പ്രിയപ്പെട്ട സഖാക്കൾ, യുവജന സംഘടന പ്രവർത്തകരല്ലേ. ബോംബ് പൊട്ടിയോ? ഇല്ല. പോലീസ് ജീപ്പിന് അപകടം പറ്റിയോ? ഇല്ല. ആർക്കെങ്കിലും പരിക്ക് പറ്റിയോ? ഇല്ല. എന്നിട്ടും കോടതി 20 വർഷം ശിക്ഷിച്ചു അവരെ. അത് ഉയർന്ന കോടതിയിൽ ആ കേസ് ഇപ്പോൾ വരാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളാലോചിക്കണം, ആ 2 പേരും ജയിലിലല്ലേ. ഇതൊക്കെ ഞങ്ങൾ അനുഭവിക്കുന്നില്ലേ. അവരെന്തിനു വേണ്ടിയിട്ട് അവരുടെ വീട്ടിലേക്കൊന്നും ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയിട്ടതായതാണ്. അന്നുണ്ടായിരുന്ന കണ്ണൂർ ജില്ലയിൽ ചില സംഭവങ്ങളിൽ നാട്ടിൽ ഉടനീളം ഉണ്ടായിട്ടുള്ള പ്രതികരണങ്ങളുടെ ഭാഗമായി പയ്യന്നൂരിൽ പ്രതികരണം ഉണ്ടായി. പ്രതികരണം പാടില്ല എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന സമരമുണ്ട്. ചില ആൾ തെറ്റാണ്, ആ സമരം നടത്താൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഇവിടെ ആർക്കെങ്കിലും അഭിപ്രായത്തോട് യോജിക്കാൻ പറ്റുമോ? ആ പോരാട്ടം ശക്തിപ്പെടുത്തി പോകണമെന്നുള്ള കാഴ്ചപ്പാടിലുള്ളവരാണ് ഞങ്ങൾ. ഇവർക്ക് ഇത് വല്ലതും വേവലാതി ഉണ്ടോ? ഇവരിങ്ങനെ ഓരോ കാര്യം ഉണ്ടാക്കി ഈ പോലീസിനൊക്കെ ഇതാക്കി മാധ്യമങ്ങളുടെ നല്ല പിന്തുണയുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ. ഞങ്ങളെല്ലാം വന്നിട്ട് നിങ്ങൾ ഈ ഇൻ്റർവ്യൂ നടത്തിയിട്ടൊന്നും തീർക്കേണ്ടതല്ല വിഷയം. വളരെ ഗൗരവപൂർവ്വം നിങ്ങളൊക്കെ കാര്യങ്ങൾ എടുക്കണം. CPM ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളൊരു പാർട്ടിയാണ്. നിങ്ങൾ കള്ളൻ കള്ളൻ എന്ന് വിളിച്ചാൽ ഞങ്ങളുടെ മനസാക്ഷിയുടെ മുമ്പിൽ ഞങ്ങൾ കള്ളനല്ല. ഈ നാടിൻ്റെ ഒരു നയാ പൈസ പോലും ഞങ്ങളാരും എടുക്കുന്നവരല്ല. പണത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ചില ആളുണ്ട് നാട്ടിൽ, അടുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവർ. ആ കൂട്ടത്തിലല്ല ഞങ്ങൾ. ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല, അതിൽ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവും. നാട്ടുകാർക്ക് നന്നായിട്ട് മനസ്സിലാവും പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ. അപ്പോൾ വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. പയ്യന്നൂരിലെ സമാധാന ജീവിതം തകർക്കാൻ കരുതിക്കുട്ടി ചില ആളുകൾ ഇറങ്ങുകയാണ്. അവർ ചില ആളുകളെ സ്വയം പ്രതിയായി പ്രഖ്യാപിച്ചിട്ട് നാടിനെ ഞങ്ങളൊക്കെ ഒന്ന് പ്രകോപിതരാക്കി കുഴപ്പത്തിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ള ശ്രമമാണ്. ഞങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രകോപനത്തിനും ഞങ്ങൾ വശംവദരാകുന്ന ആരും ധരിച്ചുകൊണ്ട. പക്ഷേ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പോലീസ് സമഗ്രമായിട്ട് ആ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കണം. കുറ്റവാളികളുണ്ടെങ്കിൽ അവർ കണ്ടെത്തിയിട്ട് ആവശ്യമായിട്ട് നടപടികൾ സ്വീകരിക്കണം. അതിലിപ്പോൾ ഈ പറയുന്നവരെ കൂടി ഇതിലും പോലീസ് ഗൗരവത്തിൽ തന്നെ ഇവരൊക്കെ വർത്തമാനങ്ങളെ കൂടി മുഖവിലക്കെടുത്തുകൊണ്ട് കാര്യങ്ങൾ പോകണം. കാരണം ഒരു ദിവസം മാത്രം അവിടെ ആളില്ല കിടക്കാൻ രാത്രി, അന്ന് കത്തുന്നു എന്ന് പറയുമ്പോൾ ആരെങ്കിലും സംശയിച്ചു പോയാൽ ആരും കുറ്റപ്പെടുത്താൻ വേണ്ടി പറ്റില്ലല്ലോ. ഞാനത് അടിവരയിട്ടിട്ട് പറയണം. ഇങ്ങനെയുള്ള പലതും ചെയ്തിട്ടുള്ള അനുഭവ സമ്പത്തുള്ള ആളുകളാണ് ഈ പറയുന്നവരൊക്കെ. അതുകൊണ്ട് വളരെ വളരെ ഗൗരവത്തോടു കൂടി കാണണം. പയ്യന്നൂർ സമാധാനം കാക്കുന്നതിന് CPM മുന്നിലുണ്ടാകും, ഞങ്ങളെല്ലാവരും ഉണ്ടാകും. ഞങ്ങളുടെ പാർട്ടി പയ്യന്നൂരിൽ ഒറ്റക്കെട്ടാണ്. അഭിപ്രായ ഭേദങ്ങളും ഒക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. അതൊരു പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ മേന്മ എന്ന് പറയുന്നത് അഭിപ്രായങ്ങൾ തുറന്ന് പറയുക എന്നുള്ളതാണ്. അതിനപ്പുറത്ത് കടന്ന് CPM ഒറ്റക്കെട്ടാണ്. കൂടുതൽ കരുത്തോടു കൂടി ശക്തിയോടു കൂടി ജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ടേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്, ഞങ്ങളുടെ ലക്ഷ്യം. ആ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോകും. ആരെന്ത് പറഞ്ഞാലും CPM ജനങ്ങളോടൊപ്പം ഉണ്ടാവും.